ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ഐക്കൺ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ സാധാരണയായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ ആപ്ലിക്കേഷൻ്റെയും ഐക്കണുകൾ നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള മെസ്സഞ്ചർ പോലുള്ള നമ്മൾ പ്രൈവസി ആഗ്രഹിക്കുന്നവ, അല്ലെങ്കിൽ കോഡ് റെക്കോർഡറുകൾ, അതുപോലെ ഗാലറികളൊക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതെങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്പ് ഹൈഡർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മൊബൈൽ റൂട്ടഡ് ആയിരിക്കണം. എങ്ങനെയാണ് റൂട്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. ഇനി റൂട്ടഡ് അല്ലാത്ത മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് ലോഞ്ചർ ഉപയോഗിച്ചിട്ടും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആപ്പ് ഹൈഡർ എന്നുള്ള ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ഇവിടെയായിട്ട് ചെക്ക് റൂട്ട് അവൈലബിൾ എന്ന് കാണിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ റൂട്ട് ചെയ്തതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് നൗ എന്നുള്ള ഭാഗം, അപ്പോൾ നിങ്ങളുടെ റൂട്ട് പെർമിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. ഗ്രാൻഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഇവിടെയായിട്ട് നിങ്ങളുടെ മൊബൈൽ റൂട്ട് ചെയ്തിരിക്കുന്നു, ഓക്കെ താങ്ക്സ് എന്ന് കാണിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നോ ഹിഡൻ ആപ്ഷൻ എന്ന് കാണാം. ഒപ്പം ഇവിടെ സെറ്റിംഗ്സ് ഒരു പ്ലസ് ഭാഗം കാണാം. പ്ലസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിജിറ്റൽ കോഡ് റെക്കോർഡർ എന്നുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ നിന്നും ഹൈഡ് ചെയ്യുന്നത്. അതിനായിട്ട് ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സെലക്ട് ചെയ്യാം. ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണിക്കും, പിൻകോഡ് ഈസ് നോട്ട് യെറ്റ് സെറ്റ് യെറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷന് പ്രത്യേകം പിൻകോഡ് കൊടുത്ത്, അതായത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നെവർ ഷോ വേഗം എന്നുള്ള ഭാഗം ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റ് ഇറ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു പിൻകോഡ് കൊടുക്കുക. വീണ്ടും പിൻകോഡ് നിങ്ങൾ ആവർത്തിക്കുക. ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് കാണാം. ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾക്ക് ആ മൊബൈലിൽ ഇവിടെ നിന്നും ആ ആപ്ലിക്കേഷൻ ഹൈഡ് ആയിട്ടുണ്ട്. ഇത് അൺഹൈഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന പിൻകോഡ്, അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്തിരിക്കേണ്ട ഒരു പിൻകോഡും, ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇവിടെ നിന്നും ജസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അൺഹൈഡ് എന്നുള്ള ഭാഗം കാണാം. അൺഹൈഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും ആ ആപ്ലിക്കേഷൻ ഇവിടെ വന്നായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.